ഒരു മഹാസന്തോഷം എന്താണെന്നുള്ളത് ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനടുത്ത വേർഡ് ഇപ്രകാരമാണ് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം, വേഴ്സ് നമ്പർ 11. ആ വാക്യം ഇപ്രകാരം പറയുന്നു: കർത്താവ് എന്ന ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. സന്തോഷത്തിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് അവിടെ ദൈവത്തിന്റെ തിരുവചനം പറയുന്നത്. സന്തോഷമെന്ന് ഞാൻ പറയുന്ന വേർഡ്, ഇറ്റ് ഈസ് റോങ്. അത് ഞാൻ പറയേണ്ട വേർഡ് അതല്ല, മഹാസന്തോഷം. മഹാസന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് ഇവിടെ പറയുക. ആ സന്തോഷത്തിന്റെ കാരണമെന്ന് പറയുന്നത് ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മഹാസന്തോഷത്തിന്റെ കാരണമെന്ന് പറയുന്നത് ഒരു രക്ഷിതാവ് ജനിച്ചു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സന്തോഷമില്ലായ്മയുടെ കാരണം കൂടെ ഇവിടെ പറയുന്നുണ്ട്. സന്തോഷമില്ലായ്മയുടെ കാരണമെന്ന് പറയുന്നത് മനുഷ്യന്റെ പാപമാണ് സന്തോഷത്തിന് കാരണമില്ലാത്തത്. ആദമിന്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള കൂട്ടായ്മ ആചരിക്കുന്ന സമയത്തൊക്കെയും ദൈവത്തോട് വലിയ സന്തോഷമുള്ളവനായിട്ട് മുൻപോട്ട് കടന്നുപോയി. എന്നാൽ പാപം ചെയ്തതിന് ശേഷമായിട്ട് ആദമിനുള്ളതായിരിക്കുന്ന സന്തോഷങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു. ദൈവസഭയോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ദൈവ പൈതൽ ജീവിതത്തിൽ പാപം കടന്നു വരുമ്പോൾ അവനിൽ ദൈവത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുകയാണ്. പാപം ചെയ്ത ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കും ായി, ദൈവമേ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ സഭയോട് ഞാൻ ഓർപ്പിക്കട്ടെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സന്തോഷം കടന്നു വന്നത് എപ്പോഴെന്ന് ചിന്തിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരു രക്ഷകൻ ജനിച്ചു എന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ രക്ഷകനെ ഏറ്റെടുത്തതാണ് സന്തോഷത്തിന് കാരണമായി തീർന്നത്.